സേമിയ പായസം ഉണ്ടാക്കാനായിട്ട് കട്ടിയുള്ളൊരു പാത്രം അടുപ്പിലേക്ക് നെയ്യ് ഒഴിച്ച് കൊടുക്കുക. സേമിയയായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുക. റോസ്റ്റ് ചെയ്യുമ്പോൾ അത് റോസ്റ്റ് ചെയ്യണം, പക്ഷേ അത് കളർന്ന് മാറി കരിഞ്ഞു പോകരുത് കേട്ടോ. എന്നിട്ട് അതിലേക്ക് പാലൊഴിച്ചെടുക്കുക. പാലൊഴിക്കുമ്പം ശ്രദ്ധിക്കേണ്ടത് എപ്പോഴും ചൂടാക്കിയിട്ട് വേണം ഒഴിക്കാൻ. ഞാനത് ആദ്യം കുറച്ച് ഒഴിച്ചപ്പോഴത്തേക്ക് എനിക്ക് ഡൗട്ട് തോന്നി, പിരിഞ്ഞോ എന്ന് ഡൗട്ട് തോന്നി. പക്ഷേ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. പക്ഷേ എപ്പോഴും ചൂടാക്കിയിട്ട് ഒഴിക്കുന്നതാണ് നല്ലത്. സാധാരണ ഞാൻ അങ്ങനെ ചെയ്യാറുള്ളത്. ഇതിപ്പം കവറോട് അങ്ങ് ഒഴിച്ചു കൊടുത്തു. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആകെ 2 ലിറ്റർ പാലേ ഉള്ളൂ എൻ്റെ കയ്യിൽ. ഈ 2 ലിറ്റർ പാല് 2 ലിറ്റർ വെള്ളം ഞാൻ ചേർക്കുന്നുണ്ട്. പക്ഷേ വെള്ളത്തിൻ്റെ ഒരു ടേസ്റ്റും ഇതിനകത്ത് അറിയത്തില്ല. ആദ്യമേ 2 കവർ ഞാൻ ഒഴിച്ചിട്ടുള്ളൂ, 1 ലിറ്റർ പാല്. അത് ഒഴിച്ചതിന് ശേഷം 2 ലിറ്റർ വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ട്. പക്ഷേ ആ വീഡിയോ എങ്ങനെയോ ഇതിന്ന് പോയി, അത് എങ്ങനെയോ റെക്കോർഡായിട്ടില്ലായിരുന്നു, അത് ഞാൻ അറിഞ്ഞിട്ടില്ലായിരുന്നു. അതങ്ങനെ ഒരു അബദ്ധം പറ്റി. എന്നിട്ട് അതിൽ കിടന്ന് നന്നായിട്ട് ആ വെള്ളം കൊണ്ട് ചേർന്ന് നന്നായിട്ട് വെന്ത് വരണം. അതിലാണ് പിന്നെ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത്. അവനവന് ആവശ്യമുള്ള മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ഇടുക. ഞാൻ കുറച്ച് മധുരപ്രിയാണ് കേട്ടോ, അതുകൊണ്ട് ഞാൻ കുറച്ച് കൂടുതലായിരിക്കും ഇടുന്നത്. എനിക്കത് ഇഷ്ടമാണ്. ഇത് തൈരാണ്. തൈരിൽ പഞ്ചസാരയൊക്കെ ഇട്ട് അത് എനിക്ക് കുടിക്കാൻ വേണ്ടി എടുത്തത്, പായസത്തിൽ ഒഴിക്കാനല്ല കേട്ടോ. ഇതിൻ്റെ ഒരു വീഡിയോ മുമ്പ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ലാസ്റ്റ് വേണം ബാക്കി പാലൊഴിക്കുക. എല്ലാ പാലും ആദ്യമേ എടുത്ത് ഒഴിക്കരുത്. ലാസ്റ്റ് പാലൊഴിക്കുമ്പോഴാണ് വെള്ളത്തിൻ്റെ ടേസ്റ്റൊക്കെ മാറി പാലിൻ്റെ ഒരു ടേസ്റ്റൊക്കെ വരുന്നതും ഒക്കെ അപ്പോഴാണ്. നന്നായിട്ട് ഇളക്കി എടുക്കുക. ലാസ്റ്റ് അവസാനം ഒഴിക്കുന്ന പാല് ഞാൻ ചൂടാക്കിയിട്ടാണ് ഒഴിച്ചത്. കാരണം പായസം നന്നായിട്ട് തിളച്ച് കിടക്കുമല്ലേ, അതുകൊണ്ട്. അത് ഇരിക്കുന്തോറും കുറുകി വരും കേട്ടോ. പായസം ഇരിക്കുന്തോറും നമ്മൾ ഓഫ് ചെയ്ത് വെച്ചിരുന്നാൽ തന്നെ കുറുകി വരും. അതുകൊണ്ടാണ് ഞാൻ പിന്നെയും പാലിങ്ങനെ ഒഴിച്ചുകൊണ്ടേ ഇരിക്കുന്നത്. അപ്പോൾ പാലിൻ്റെ ടേസ്റ്റും അറിയും, അത് വെള്ളത്തിൻ്റെ അത് മാറി കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇതും പാല് ചൂടാക്കി ഒഴിക്കുന്ന പാല് കുറേശ്ശെ ഒഴിക്കുക. കട്ടിയായി വരും തോറും അത് വെന്ത് വരും തോറും കട്ടിയായി വരും. എനിക്ക് നന്നായിട്ട് വെന്ത് വരുന്നതാണ് ഇഷ്ടം. ചിലയിടത്ത് നമ്മൾ പായസം കുടിക്കുന്ന പലയിടത്തും കുടിക്കുമ്പോൾ ഇങ്ങനെ കണ്ടിട്ടുണ്ട്, ഇങ്ങനെ അധികം വീട്ട് വേവാതെ കിടക്കുന്നത്. എനിക്കത് അത്ര ഇഷ്ടമല്ല. എനിക്ക് നന്നായിട്ട് വെന്ത് വരുന്നതാണ് ഇഷ്ടം. അപ്പോൾ നന്നായിട്ട് ഇരിക്കും തോറും കുറുകി വരും. അതുകൊണ്ട് ഇങ്ങനെ വെന്ത് വരും തോറും കുറുകി വരും, കട്ടിയാവും. അപ്പം പാലൊഴിച്ചുകൊണ്ടേ ഇരിക്കാം. പിന്നെ ഏലക്ക, നമ്മളിപ്പോൾ 1-2 ഏലക്ക എടുക്കുമ്പം അതിപ്പം പൊടിഞ്ഞു വരാൻ പാടാം. അപ്പോൾ അതിനാണ് പഞ്ചസാരയും കൂടി ചേർത്ത് പൊടിച്ചതാണ് ഇപ്പോൾ ഇട്ട് കൊടുത്തത്. മിക്സിയുടെ ചെറിയ ജാറിലിട്ട് പൊടിച്ചാൽ മതിയല്ലോ. പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരിയും ഓരോരുത്തരുടെ ഇഷ്ടമാണ് എത്രത്തോളം ഇടണം എന്നുള്ളത്. ഞാനിപ്പോൾ ഇതിവിടെ എൻ്റെ കയ്യിൽ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് കുറച്ചേ ഇട്ടിട്ടുള്ളൂ. അതും കൂടി വറുത്തിടുക. ഞാനത് വറുത്ത് നെയ്യിൽ വറുത്ത് അതോടുകൂടി തന്നെ അതിനകത്ത് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. പിന്നെ ആദ്യമായിട്ട് കാണുന്നവരാരേലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. പിന്നെ ഞാനിത് കോരിയെടുക്കുന്ന തവിയിൽ ഞാൻ കോരിയിടുന്ന അതും ആ വീഡിയോ എങ്ങനെയും അത് പോയി, അതും റെക്കോർഡായിട്ടില്ലായിരുന്നു. അങ്ങനെ തന്നെ ഓരോരോ അബദ്ധങ്ങൾ ഇങ്ങനെ പറ്റിയിട്ടുണ്ടായിരുന്നു. പായസത്തിന് യാതൊരു കുഴപ്പമില്ലായിരുന്നു. വെള്ളം ഒഴിച്ചതാണെന്ന് പോലും പറയത്തില്ല. ഇതിപ്പോൾ ഞാൻ പറയുന്നതുകൊണ്ടാണ് നിങ്ങളത് അറിയുന്നത്. നിങ്ങളും വിശ്വസിക്കത്തില്ല, കാരണം വീഡിയോ ഇല്ലല്ലോ ഇതിനകത്ത്. ഇത് പായസം കുടിച്ചാൽ ആരും പറയില്ല വെള്ളം ഉണ്ടെന്ന്. അത്രയും ടേസ്റ്റാണ് കേട്ടോ. വെള്ളത്തിൻ്റെ ഒരു ടേസ്റ്റും ഇല്ല, പാലിൻ്റെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ.